ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ലാംഗ്വേജ് സ്കൂൾ. ഓൺലൈനായിട്ട് ഭാഷകൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ലാംഗ്വേജ് സ്കൂൾ. എൻ്റെ പേര് സ്മിത മാഹിൻ. ഓക്കെ, നമുക്ക് ഇന്ന് അറബിയാണ് പഠിക്കുന്നത്. ടുഡേ ഡേ 1 ആണ്. ഈ സ്പോക്കൺ അറബി ക്ലാസ്സിൻ്റെ ഡേ 1 ആണ്, ഫസ്റ്റ് ഡേ ആണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്കിത് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ ഇതിൽ സെൻറ്റൻസസ് ആയിട്ടും ഫ്രേസസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഡെയിലി യൂസസിൽ ഉപയോഗിക്കുന്ന ഫ്രേസസ് ഒക്കെ ആയിട്ടാണ് നമ്മളിതിൽ സംസാരിച്ച് തുടങ്ങുക. നിങ്ങളിത് തന്നെ പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ നിങ്ങൾ ഓരോന്നും പഠിക്കുന്നതനുസരിച്ച് കമൻറ്റിൽ രേഖപ്പെടുത്തിയും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അറബി ലാംഗ്വേജുമായിട്ടൊരു എക്സ്പോഷർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു സീരീസിൻ്റെ ലക്ഷ്യം. പിന്നെ ഡേ 1 ആണ്. നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഫ്രേസസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ കുറച്ച്, ഓരോ എപ്പിസോഡിലും വളരെ കുറച്ചാണ് പഠിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കമൻറ്റിൽ എഴുതാം. നിങ്ങൾക്ക് തന്നെ അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. അറബിക് ലാംഗ്വേജുമായിട്ട് എക്സ്പോഷർ ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷും പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അറബിക്കിൽ ശ്രദ്ധിക്കാം. ഈ ഫ്രേസസ് നിങ്ങൾ കോമൺ ആയിട്ട് ഉപയോഗിച്ച് നോക്കാം കേട്ടോ. ഡേ 1ലേക്ക് സ്വാഗതം. സോ അറബി അറബി ഭാഷ ഒരു സംസ്കാരത്തെയാണ് വെളിപ്പെടുത്തുന്നത് അല്ലേ. ഏതൊരു ഭാഷയും ആ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ സംസ്കാരത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അറബി ഭാഷ അറബികളുടെ ആതിഥ്യ മര്യാദയും അവരുടെ സംസ്കാരവും ഒക്കെ വെളിപ്പെടുത്തുന്ന ഒരു ഭാഷയാണ് അറബി ഭാഷ. അപ്പോൾ അറബി ഭാഷയിൽ നമ്മൾ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് എല്ലാ ഫ്രേസസും നമ്മൾ അറിയേണ്ടതില്ല. നമുക്ക് ഓൾ ഓഫ് എ സഡൻ ഒരു ലാംഗ്വേജ് പഠിച്ച് എടുക്കാൻ, ഒരു ഗ്രിപ്പ് കിട്ടാൻ ആവശ്യമായ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങൾ പഠിച്ച് പതുക്കെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. കാരണം ലാംഗ്വേജ് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും ലാംഗ്വേജ് പഠിച്ച് തീർന്നതല്ല. ഇറ്റ്സ് എൻ ഓഷൻ. ഒരു കടൽ പോലെ ഇങ്ങനെ പരന്ന് കിടക്കുന്നതാണ് ഭാഷ. അത് എത്ര നമ്മൾ പഠിക്കുന്നോ അത്രത്തോളം നമുക്ക് അതിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പം എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കണം, എല്ലാം കൂടെ ഇത് എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ തുടങ്ങുക കേട്ടോ. തുടങ്ങി നിങ്ങൾക്ക് ആ എക്സ്പോഷർ കിട്ടുമ്പോൾ പതുക്കെ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി കാത്തു വെക്കുന്നു. അതായത് നിങ്ങളുടെ ആഗ്രഹം നടത്തി തരാൻ. നിങ്ങൾ സിൻസിയറായിട്ട് ഈ ഭാഷ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സാഹചര്യങ്ങൾ, വ്യക്തികളോ ആളുകളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് പതുക്കെ വരും. ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുക, ഫസ്റ്റ് ബേബി സ്റ്റെപ്പ് വെക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് കോമൺ ഫ്രേസ് ഓഫ് ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മൾ അറബികളുടെ ഇടയിൽ അറബികളെ കാണുമ്പോൾ അല്ലെങ്കിൽ അറബി സംസാരിക്കുന്നവർ തമ്മിൽ കാണുമ്പോൾ ആദ്യം ഉപയോഗിക്കുന്ന ഫ്രേസ് ആണ് അസ്സലാമു അലൈക്കും. അറിയാലോ അല്ലേ, കേട്ടിട്ടുണ്ടോ? അസ്സലാമു അലൈക്കും സദീഖ്. അസ്സലാമു അലൈക്കും സദീഖ്. സദീഖ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്, ചങ്ങാതി, കൂട്ടുകാരൻ എന്നൊക്കെയാണ് ഉദ്ദേശിക്കണേ. അപ്പോൾ അറബികൾ ഇങ്ങനെ കാണുമ്പോൾ, അല്ലെങ്കിൽ അറബി സംസാരിക്കുന്നവർ തമ്മിൽ കാണുമ്പോൾ ആദ്യം തന്നെ അസ്സലാമു അലൈക്കും സദീഖ് എന്നാ പറയാം. ഓക്കെ, അത് ലേഡി ആണെങ്കിൽ സദീഖത്തി എന്ന് പറയും. നമ്മൾ ഓ ഓ ഷരീഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു ഫ്രേസ് ഇൻട്രഡക്ഷന് വേണ്ടി യാ സദീഖ് എന്ന് പറയും. അതായത് യാ എന്ന വാക്കിൻ്റെ അർത്ഥം അല്ലയോ, ഓ എന്നൊക്കെ പറയില്ലേ, ഏയ് അരേ എന്നൊക്കെ പറയില്ലേ ഹിന്ദിയിൽ. അതിൻ്റെ ഒരു വാക്കർത്താണ് യാ എന്ന് പറയുക. ഒരു വിളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, ഒരാളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ് യാ സദീഖ്. അപ്പോൾ നമ്മൾ അറബി സംസാരിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരാളെ കാണുമ്പോൾ, ഒരു കൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് തുടങ്ങുക? അസ്സലാമു അലൈക്കും സദീഖ്. അസ്സലാമു അലൈക്കും സദീഖ്. നിങ്ങൾ ഇപ്പം തന്നെ കമൻറ്റിലേക്ക് എഴുതിക്കോളൂ കേട്ടോ. അസ്സലാമു അലൈക്കും സദീഖ്. യാ സദീഖ്, യാ ഷെരീഫ്, യാ ഉസ്താദ്. അങ്ങനെ നിങ്ങൾ ആ ഒരു ഫ്രേസ് യാ ഷരീഖ്, യാ സദീഖ്, യാ വിളിച്ചിട്ട് യാ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് അസ്സലാമു അലൈക്കും സദീഖ് ഒന്ന് എഴുതിയ, കമൻറ്റിൽ എഴുതിയ, ഒന്ന് പറഞ്ഞു നോക്കി. എൻ്റെ ഒപ്പം പറഞ്ഞു. വളരെ സിമ്പിളായിട്ട്, വളരെ ബേസിക് ആയിട്ട് ഞാൻ പഠിക്കുന്നതിനൊപ്പം നിങ്ങളെ പഠിപ്പിക്കുന്ന രീതിയിലാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടല്ല, ഞാൻ പഠിക്കുന്നതിനൊപ്പം നിങ്ങളെ പഠിപ്പിക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഒന്ന് 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 പറഞ്ഞു നോക്കിയേ. അസ്സലാമു അലൈക്കും സദീഖ്. യാ സദീഖ്, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും സദീഖ്, സദീഖത്തി. ഓക്കെ, ഇത് പറഞ്ഞ് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഇത് ഓഫ് കോഴ്സ് ഇതിന് റിപ്ലൈ ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വാലൈക്കും അസ്സലാം, വാലൈക്കും അസ്സലാം സദീഖ്.
അങ്ങനെ പറയാം. വാലൈക്കും അസ്സലാം എന്ന് അതിൻ്റെ ഒഫീഷ്യൽ, അതിൻ്റെ റിപ്ലൈ ആണ്. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ ഒഫീഷ്യലായിട്ട് റിപ്ലൈ ആണ് വാലൈക്കും അസ്സലാം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ പറയാൻ പറ്റുന്നതാണ് മർഹബ. മർഹബ യാ സദീഖ്. മർഹബ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം വെൽക്കം എന്നാണ്. എങ്കിലും നമ്മൾ മർഹബ എന്നൊരാളെ കാണുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു സന്തോഷത്തിൽ, ഇറ്റ്സ് എ പ്ലഷർ ടു മീറ്റ് യു എന്നൊക്കെ പറയില്ലേ, നൈസ് ടു മീറ്റ് യു എന്നൊക്കെ പറയില്ലേ, ആ അതിൻ്റെ ഒരു അർത്ഥത്തിലാണ് മർഹബ പറയുന്നത്. അല്ലെങ്കിൽ ഓ നമ്മൾ വിളി കേൾക്കണ പോലെ, ആ എന്താണ്, ഓ ഹലോ എന്നൊക്കെ പറയില്ലേ, ആ മർഹബ, മർഹബ വെൽക്കം എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു സാമീപ്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സലാം മടക്കി തിരിച്ച് പറയാം. അതായത് വാലൈക്കും അസ്സലാം എന്ന് പറയാം. അതിനുശേഷം മർഹബ, മർഹബ, മർഹബ യാ സദീഖ്, മർഹബ യാ സദീഖത്ത്. അപ്പോൾ ഈ വാക്കുകൾ വളരെ കോമൺ ബേബി സ്റ്റെപ്പ് വെച്ചിട്ടാണ് പോണത്. മർഹബ ഇത് തന്നെ നമുക്ക് കുറച്ചും കൂടെ വെൽക്കമിങ് ആയിട്ട് നമുക്ക് ഒരു മർഹബത്തെയിൻ എന്ന് പറയും. എന്താണ് മർഹബത്തെയിൻ? മർഹബത്തെയിൻ, മർഹബത്തെയിൻ. ഞാനിത് എഴുതി തരാം സ്ലൈഡിൽ, ഇതൊന്ന് ഷെയർ ചെയ്യാം. ഇത് നിങ്ങളൊന്ന് എൻ്റെ ഒപ്പം ഒന്ന്, ഈ ഒരു 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ ഈ വീഡിയോ, 10 മിനിറ്റ് നിങ്ങളിത് കേട്ട് കേട്ട് ഒന്ന് പഠിക്കാം കേട്ടെ. മർഹബത്തെയിൻ, മർഹബത്തെയിൻ, മർഹബ, മർഹബത്തെയിൻ, അസ്സലാമു അലൈക്കും സദീഖ്, മർഹബ, മർഹബത്തെയിൻ, വലൈക്കും അസ്സലാം, മർഹബത്തെയിൻ. എങ്ങനെ പറയാം? അപ്പോൾ ഇതൊരു കോമൺ ഫ്രേസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. ഇനി എനി ഹെൽപ്പ്, നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിലോ ഒക്കെ വന്നിരിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരാളെ കാണുമ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എനി ഹെൽപ്പ്, ഞാൻ എന്തെങ്കിലും മേ ഹെൽപ്പ് യു എന്ന് ചോദിക്കില്ലേ, നമ്മൾ ഈ ഓഫീസ് ഡെസ്കിലൊക്കെ എഴുതി വെക്കുമല്ലോ, മേ ഹെൽപ്പ് യു, ക്യാൻ ഐ ഹെൽപ്പ് യു എന്നൊക്കെ പറയില്ലേ, അതേപോലെ നമ്മളൊരു ഫ്രേസാണ് എനി ഹെൽപ്പ്. എനി ഹെൽപ്പ്, ഞാൻ എന്തെങ്കിലും നിങ്ങളെ സഹായിക്കേണ്ടതുണ്ടോ? അയ്യ ഹിദ്മ, അയ്യ ഹിദ്മ. എനി ഹെൽപ്പ് എന്ന വാക്കിൻ്റെ അറബി വാക്കാണ് ചോദ്യം. അയ്യ എന്ന് വെച്ചാൽ എനി, അയ്യ, എ വൈ വൈ ഇങ്ങനെ എഴുതാം കേട്ടോ. അയ്യ ഹിദ്മ, ഹിദ്മ എന്ന് പറഞ്ഞാൽ സഹായം. ഓക്കെ, അയ്യ ഹിദ്മ ഒന്ന് പറഞ്ഞു വയ്ക്കുക. എനി ഹെൽപ്പ്, അയ്യ ഹിദ്മ. ഓക്കെ, അപ്പം ഞാൻ ഇതൊന്ന് ഇത്രയും നേരം പറഞ്ഞത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യൂ. അപ്പോഴേക്കും ഞാൻ സ്ലൈഡിൽ ഇത് എഴുതി കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. അസ്സലാമു അലൈക്കും യാ സദീഖ്. അസ്സലാമു അലൈക്കും യാ സദീഖ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിപ്ലൈ ഒരു കോമൺ റിപ്ലൈ ആണ്, അതിൻ്റെ ഒഫീഷ്യൽ റിപ്ലൈ ആണ് വ അലൈക്കും മുസ്സലാം. ഓക്കെ, അലൈക്കും മുസ്സലാം. അപ്പോൾ നമ്മൾ ഈ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ വ്യക്തിയോട് നമുക്ക് തിരിച്ച് പറയാം വാലൈക്കും അസ്സലാം എന്ന് പറയാം. അതിനുശേഷം നമുക്കൊരു മർഹബ, മർഹബ എന്ന് വെച്ചാൽ വെൽക്കം എന്നാണ്. നമുക്കും പറയാം, അവർക്കും പറയാം, ആർക്കും പറയാം. മർഹബ, ഓക്കെ, വെൽക്കം. എന്താണ്, എന്താണ് വിശേഷം എന്ന് ചോദിക്കില്ല നമ്മൾ, അതാണ് വെൽക്കം. ആ ഒരു ഉം, അർത്ഥത്തിലാണ് പറയുന്നത്. മർഹബ, മർഹബ യാ സദീഖ്, മർഹബ, മർഹബ, നിന്നെ കണ്ടതിൽ സന്തോഷം. ഇത് തന്നെ കുറച്ചും കൂടെ നമുക്ക് എക്സ്ട്രീം പ്ലഷർ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറയാം? മർഹബത്തേൻ, മർഹബത്തേൻ എന്ന് പറഞ്ഞു നോക്കിയേ. മർഹബത്തേൻ. ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ ഒരു ഈ കണ്ട ആളോട് നമ്മൾ ചോദിക്കുവാണ്, എന്നെ കൊണ്ട് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ, ഞാൻ എന്തെങ്കിലും സഹായിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന വാക്കാണ് അയ്യ ഹിദ്മ. എന്താണ് അയ്യ ഹിദ്മ? അയ്യ ഹിദ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എനി, എനി ഹെൽപ്പ്. ഓക്കെ, എനി ഹെൽപ്പ്. യെസ്, ഇത്രയാണ് പറയുന്നത്. അയ്യ ഹിദ്മ, എനി ഹെൽപ്പ്. ഓക്കെ, ഞാൻ നിങ്ങളിത് ഈ സെൻറ്റൻസുമായിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്നതായിട്ട് കണ്ടിട്ട് ചെയ്യുക, ഒപ്പം പഠിച്ചു പോവുക. അപ്പോൾ നമ്മൾ ഈ ഇത്രയും സെൻറ്റൻസ് ഒന്ന് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. യെസ്, പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ?
ഓക്കെ. ഇനി നമുക്കതേപോലെ തന്നെ പറയാൻ പറ്റുന്ന ഒരു ഫ്രേസാണ് ലവ് സമഹത്ത്, എക്സ്ക്യൂസ് മീ. നമുക്ക് ഒരാളോട് കാണുമ്പോൾ നമുക്ക് ചോദിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സഹായം വേണം. ഇപ്പം നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഒന്ന് സൈഡ് കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മളൊന്ന് മാറി നിൽക്കാനോ ഒക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അതിന് നമ്മൾ എക്സ്ക്യൂസ് മീ പറയുമ്പോൾ എക്സ്ക്യൂസ് മീ എന്ന് പറയാൻ വേണ്ടിയിട്ട് അറബിയിൽ ഉപയോഗിക്കുന്ന ഫ്രേസാണ് ലവ് സമഹത്ത്. ലവ് സമഹത്ത്, LOVE അല്ല, LOUV, ലവ് സമഹ് എന്നാണ് പറയുക. ലവ് സമഹ്. ഇതൊക്കെ വെർബുകളാണ്, വെർബിൻ്റെ മീനിങ് ഒക്കെ ഉണ്ട്. നമ്മൾ അതൊക്കെ ആലോചിച്ചിട്ട് ഒരുപാട് ടെൻഷൻ ആവണ്ട. ഇത് നിങ്ങൾക്ക് വളരെ പ്രാക്ടിക്കൽ സെൻസിൽ അറബി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഉദ്യമമാണ്. അപ്പോൾ എനി ഹെൽപ്പ് എന്ന് ചോദിക്കുമ്പോൾ അയ്യ ഹൈദുമാന്ന് നമ്മൾ ചോദിച്ചു. ലവ് സമഹത്ത്, ലവ് സമഹത്ത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞു നോക്കിയേ. എക്സ്ക്യൂസ് മീ. നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിലും പറഞ്ഞ് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് പറയുന്നത്. ലവ് സമഹത്ത് എന്ന് വെച്ചാൽ എക്സ്ക്യൂസ് മീ എന്നാണ്. അപ്പോൾ ആദ്യം തുടങ്ങിയ ആ ഫ്രേസുകളൊന്ന് പറഞ്ഞു നോക്കിയേ, എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊന്ന് പറഞ്ഞു നോക്കിയേ. ഓക്കെ. ഇനി മുംകിൻ. മുംകിൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം മേ ആയി. മുംകിൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം മേ ആയി എന്ന് പറയില്ലേ നമ്മൾ. ക്യാൻ ഐ, ക്യാൻ ഐ. ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, ക്യാൻ ഐ എൻറ്റർ, മേ കം ഇൻ എന്ന് ചോദിക്കുകയാണ്. മുംകിൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മേ ഐ. ഓക്കെ. ക്യാൻ ഐ കം ഇൻ. ഓക്കെ, ചോദിക്കുകയാണ്. മുംകിൻ അറോഹ്. അറോഹ് എന്നുള്ളതൊരു വെർബാണ്, അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. മുംകിൻ അറോഹ്. ഇത്രയും നിങ്ങൾ ഇത്രയേ ഉള്ളൂ. കുറച്ച് ഒരു ദിവസം നമ്മൾ പഠിക്കുകയുള്ളൂ. അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ പറ്റുമെങ്കിൽ പഠിച്ചതൊന്ന് കമൻറ്റിലായിട്ട് എഴുതി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തെന്ന് ശരിക്കും അറിയാൻ പറ്റും. ഓക്കെ, കമൻറ്റിൽ എഴുതുക അല്ലെങ്കിൽ നിങ്ങളൊരു ബുക്കിൽ എഴുതി നോക്കുക. അപ്പോൾ ഇത്രയും സെൻറ്റൻസേ ഉള്ളൂ. മുംകിൻ, മുംകിൻ അറോഹ്. ക്യാൻ ഐ ഗോ എന്നാണ്, സോറി. മുംകിൻ അറോഹ് എന്ന് പറയുമ്പോൾ ക്യാൻ ഐ ഗോ, ഞാൻ പൊക്കോട്ടെ എന്നാണ്. ഇനി മേ കമിൻ എന്ന് പറയുമ്പോൾ, മുംകിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ക്യാൻ ഐ എന്നാണ്, മേ ഐ എന്നാണ്. മുംകിൻ അദ്ഹുലാണ് മേ കമിൻ കേട്ടോ. ഓക്കെ, മുംകിൻ അദ്ഹുൽ, മുംകിൻ അദ്ഹുൽ. ഓക്കെ, എന്താണ് കാണാൻ പറ്റുന്നുണ്ടോ? മുംകിൻ അദ്ഹുൽ, മുംകിൻ അദ്ഹുൽ, ഞാൻ വന്നോട്ടെ. മുംകിൻ അദ്ഹുൽ, ഞാൻ പ്രവേശിച്ചോട്ടെ. മുംകിൻ അദ്ഹുൽ, ഞാൻ പ്രവേശിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. ഞാൻ പ്രവേശിച്ചോട്ടെ. മുംകിൻ അറുഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മേ ഐ ഗോ. മുംകിൻ അറുഹ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മേ ഐ, മേ ഐ ഗോ. മുംകിൻ അറുഹ് എന്ന് പറയുമ്പോൾ മേ ഐ ഗോ. മുംകിൻ അദ്ഹൽ എന്ന് വെച്ചാൽ ഐ മേ ഐ കമിൻ, മേ ഐ കമിൻ. ഓക്കെ. അപ്പോൾ അറബികൾ സാധാരണ ഇതിന് ഉത്തരം പറയുന്നത് ഫല്ലൽ, ഫല്ലൽ, ഫല്ലൽ എന്നാ പറയാം. ഫള്ളൽ എന്നല്ല, ഫല്ലൽ, ഫല്ലൽ എന്നാ പറയാ. ഫല്ലൽ, രണ്ട് ലായാണ് പറയാ. ഫല്ലൽ, ഫല്ലൽ. യെസ്, ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെൽക്കം. നമ്മളിപ്പോൾ അതെങ്ങനെയാ പറയുക? നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ ഒരാൾ വരുമ്പോൾ ഫല്ലൽ എന്ന് പറഞ്ഞാൽ വരൂ, വന്നിരുന്ന് കഴിക്കൂ എന്നാണ് പറയണേ. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. നമ്മൾ ഇപ്പോൾ ഒരാളെ കാണുമ്പോൾ ഒരാൾ അകത്തേക്ക് വന്നോട്ടെ ചോദിക്കുമ്പോൾ പറയുന്നത് ഫല്ലൽ, ഫല്ലൽ, ഫല്ലൽ യാ സദീഖ് എന്ന് പറയുമ്പോൾ കയറി വന്നോളൂ, ഫല്ലൽ, ഫല്ലൽ യാ സദീഖ് എന്ന് പറയാം. അപ്പോൾ ഫല്ലൽ എന്ന വാക്കിൻ്റെ ആ സമയത്ത് എന്താണോ ആ പ്രവൃത്തി നടക്കുന്നത് അതനുസരിച്ച് മീനിങ് മാറും. അപ്പോൾ ഇത്തരം ഫ്രേസസ് മാത്രം നിങ്ങൾ ഇന്നൊന്ന് പഠിക്കുക. ഡേ 1 ആണ് അറബി, സ്പോക്കൺ അറബിക് ലാംഗ്വേജ് സ്കൂളിൻ്റെ സ്പോക്കൺ അറബിക്കിൻ്റെ ഡേ 1 ആണ്. ഇത് നിങ്ങൾ തറവാക്കുക, ഡേ 1 വീഡിയോ. അപ്പോൾ ഓരോ വീഡിയോസായിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. പഠിച്ച് തറവായി കഴിയുമ്പോൾ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾ കമൻറ്റിൽ എഴുതുക, നിങ്ങൾ എഴുതി വെക്കുക, നിങ്ങൾ ഉപയോഗിക്കുക. എസ്പെഷ്യലി നിങ്ങൾ മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഫ്രേസസ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഒരുപാട് സാഹചര്യങ്ങൾ കിട്ടും. ഈ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ നമുക്കൊന്നുകൂടെ പറയാം എന്തൊക്കെയാണ്. ഫസ്റ്റ്, അസ്സലാമു അലൈക്കും യാ സദീഖ്. അസ്സലാമു അലൈക്കും എന്ന് വെച്ചാൽ അറബിയിലെ മോസ്റ്റ് ഉപയോഗിക്കുന്ന, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഒരാൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് ഒരു വെൽക്കം സ്പീച്ചാണ്. അതായത് നിങ്ങൾ, അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സഹായവും സമാധാനവും ഉണ്ടാവട്ടെ എന്നാണ് പറയുന്നത്. ഇത്രയും നല്ലൊരു വെൽക്കമിങ് ഇല്ല എന്ന് പറയാം. അപ്പോൾ അസ്സലാമു അലൈക്കും യാ സദീഖ്, നിൻ്റെ പേരിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ, ദൈവത്തിൻ്റെ കൃപ ഉണ്ടാവട്ടെ എന്നാണ് പറയണത്. അസ്സലാമു അലൈക്കും യാ സദീഖ്, എൻ്റെ കൂട്ടുകാരല്ലയോ കൂട്ടുകാര, അസ്സലാമു അലൈക്കും. അപ്പോൾ തിരിച്ച് എന്താണ് പറയുന്നത്? വാലൈക്കും അസ്സലാം, നിനക്കും നിൻ്റെ മേലും അങ്ങനെ ഉണ്ടാവട്ടെ. വാലൈക്കും അസ്സലാം യാ സദീഖ് മർഹബ,
മർഹബ, വെൽക്കം. മർഹബ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വെൽക്കം. മർഹബ എന്ന വാക്കിൻ്റെ അർത്ഥം വെൽക്കം എന്നാണ്. നമ്മൾ അസ്സലാമു അലൈക്കും, മർഹബ യാ സദീഖ്, എന്താണ് വാ 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 കയറി വാ എന്നൊക്കെ പറയില്ലേ, അതാണ് ആ ഒരു മീനിങ്. അതായത് കറക്റ്റ് എക്സാക്റ്റ് ഒരു മീനിങ് പറഞ്ഞ് പഠിക്കേണ്ട നിങ്ങൾ. മർഹബ ആ ഒരു സന്തോഷത്തിൻ്റെ ഫ്രേസാണത്, മർഹബ. ഇത് തന്നെ നമ്മൾ കുറേയും കൂടെ പൊളൈറ്റായിട്ട് നമ്മൾ മോസ്റ്റ് വെൽക്കം എന്ന് പറയുന്നത് മർഹബത്തെയിൻ, മർഹബത്തെയിൻ എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് ഫ്രേസസ് നിങ്ങൾ ഓർത്തു വെക്കുക. അസ്സലാമു അലൈക്കും, മർഹബ, മർഹബത്തേൻ. ദെൻ അയ്യ ഹിദ്മ, അയ്യ ഹിദ്മ. അടുത്തത് എന്താണ്? അയ്യ ഹിദ്മ. എനി ഹെൽപ്പ്, കൻ ഐ ഹെൽപ്പ് യു, മേ ഐ ഹെൽപ്പ് യു. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ? കണ്ടോ, അയ്യ ഹിദ്മ, അയ്യ ഹിദ്മ, കണ്ടോ, അയ്യ ഹിദ്മ, അയ്യ ഹിദ്മ. ഓക്കെ, എന്താണ് അയ്യ ഹിദ്മ? എനി ഹെൽപ്പ് എന്നാണ് അയ്യ ഹിദ്മയുടെ അർത്ഥം. അയ്യ ഹിദ്മ എന്ന് ചോദിക്കുമ്പോൾ യെസ്, ഓക്കെ, അയ്യു ഹൈദ്മ, എനി ഹെൽപ്പ്. അപ്പം നമുക്ക് അതിൻ്റെ ഉത്തരം പറയേണ്ടി വരും. അപ്പം നമ്മളിപ്പോൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞു നോക്കുന്നത്. അയ്യ ഹൈദ്മ. പിന്നെ അതേപോലെ ലവ് സമഹത്ത്, ലവ് സമഹത്ത്, എക്സ്ക്യൂസ് മീ, ലവ് സമഹത്ത്, എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ എന്ന് പറയണേ കേട്ടോ. ഇനി അടുത്തൊരു ഫ്രേസ് നമ്മൾ പഠിച്ച മുംകിൻ, മേ ആയി, മുംകിൻ, ഒരു പക്ഷേ, അങ്ങനെ ആയിരിക്കാം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് മുംകിൻ, 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 അങ്ങനെ ആവാം, മുംകിൻ. ഓക്കെ, മുംകിൻ അറൂഹ് എന്ന് വെച്ചാൽ മേ ഐ ഗോ, മേ ഐ ഗോ, മേ ഐ ഗോ, ഞാൻ പൊക്കോട്ടെ, മുംകിൻ, എനിക്ക് പോകാമല്ലോ എന്ന് ചോദിക്കുവാണ്. മുംകിൻ അദ്ഹുൽ എന്ന് പറയുമ്പോൾ എന്താണ്? മേ ഐ കമിൻ, ഞാൻ വന്നോട്ടെ, എനിക്ക് വരാമല്ലോ എന്നാണ് ചോദിക്കുന്നത്, മുംകിൻ അദ്ഹുൽ. ഓക്കെ, അപ്പോൾ ഇതിന് ഉത്തരമായിട്ട് നമ്മൾ പറയുന്നത് ഫല്ലൽ, ഫല്ലൽ യാ സദീഖ്, ഫല്ലൽ, ഫല്ലൽ യാ സദീഖ്. അത് അന്നേരത്തെ പ്രവൃത്തി എന്താണോ അതനുസരിച്ച് ആ ആ സംസാരം മാറും. അതായത് നമ്മൾ അകത്തേക്ക് കയറാനാണെങ്കിൽ ഫല്ലൽ എന്ന് പറയുമ്പോൾ അകത്തേക്ക് കയറുന്നതാണ് പറയണേ. പുറത്തേക്ക് പൊക്കോട്ടെ, നീ ഫല്ലൽ, ഫല്ലൽ എന്ന് പറഞ്ഞാൽ പൊക്കോളാനാണ് പറയണേ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫല്ലൽ എന്ന് പറയുമ്പോൾ വരൂ വരൂ എൻ്റെ ഒപ്പം വന്നിരുന്ന് കഴിക്കുക എന്നാണ് പറയണേ. അപ്പോൾ ആ പ്രവൃത്തിനെ അവരെ സന്തോഷം കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിനൊരു എക്സാക്റ്റ് ഒരു മീനിങ് പറഞ്ഞ് പഠിക്കണം എന്നില്ല. നിങ്ങൾ ഈ ഫല്ലൽ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അറബികളൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഈ വാക്ക് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്? ഫല്ലൽ എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഇതൊന്ന് വായിച്ചു നോക്കിയേ. അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം, മർഹബ, മർഹബത്തെ, ദെൻ അയ്യ ഹിദ്മ, ലവ് സമഹത്ത്, എക്സ്ക്യൂസ് മീ, മുംകിൻ, മേ ഐ, മുംകിൻ അറോഹ്, മേ ഐ ഗോ, മുംകിൻ അദ്ഹുൽ, മേ ഐ കമിൻ. ഫല്ലൽ, ഫല്ലൽ എന്ന് പറഞ്ഞാൽ അതിനെ ആക്സെപ്റ്റ് ചെയ്ത് പറയുന്ന ഒരു ഫ്രേസാണ് ഫല്ലൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, ഇത് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങൾ ഇത്രയും കണ്ടിട്ടുണ്ടാവും, ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യട്ടെ. ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ ക്ലാസ്. ഡേ 1 ഓഫ് സ്പോക്കൺ അറബിക്കാണ്, ലാംഗ്വേജ് സ്കൂളിൻ്റെ സ്പോക്കൺ അറബിക്കാണ്. എൻ്റെ പേര് സ്മിത മാഹൻ എന്നാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അത് കണ്ടിന്യൂസ് ആയിട്ട് ഡേ 1, ഡേ 2, ഡേ 3 അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കണ്ട് കേട്ട് എഴുതി സംസാരിച്ച് പഠിക്കുക കേട്ടോ. പ്രാക്ടിക്കൽ ഭാഷ എത്രത്തോളം നമ്മൾ ഉപയോഗിക്കുന്നു അത്രത്തോളം നമ്മുടെ ഭാഷ തെളിഞ്ഞു വരും. ഭാഷ ഒരു വലിയൊരു സാഗരമാണ്. അത് എത്രത്തോളം നമ്മൾ അതിലേക്ക് ഇറങ്ങുന്നു അത്രത്തോളം നമുക്ക് നന്മയുണ്ടാവുള്ളൂ, നമ്മുടെ അവസരങ്ങളൊക്കെ കൂടും. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുക എന്നുള്ളതാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അപ്പോൾ അത് ചെയ്യട്ടെ, അതിനുള്ളൊരു ഉദ്യമമാണ്. അപ്പോൾ കീപ് വാച്ചിങ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ് യു ആൾ.